ഹായ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അയലക്കറി ആയിട്ടാണ്. തേങ്ങ അരച്ച നാടൻ അയലക്കറി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അധികം പാത്രമൊന്നും ഇല്ലാതെ തന്നെ ഒരു ചട്ടിയിൽ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പം ഞാനതിന് 5 മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ മീനുണ്ട് കേട്ടോ. 2 മീൻ പൊരിക്കാൻ എടുക്കുന്നതുകൊണ്ടാണ് 5 മീനാണ് ഞാൻ കറിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വലുപ്പത്തിലുള്ള മീനാണ് കേട്ടോ. അപ്പോൾ മീൻ വെട്ടിക്കഴുകി വെച്ചേക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ തക്കാളിയും ഒരു 4 കഷ്ണം മുരിങ്ങയ്ക്കയും ഇത് എരിവില്ലാത്ത സാമ്പാർ മുളകാണ് കേട്ടോ, ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പുളിയുടെ ആവശ്യത്തിനുള്ള കുടംപുളി ഒരു ചെറിയ പാത്രത്തിൽ കുതിരാനിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുടംപുളി ഒന്ന് നമുക്ക് ആദ്യം തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം മീനിലേക്ക് ആ പുളി നല്ലോണം വേഗം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പുളിവെള്ളം തിളച്ചതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളിയും പച്ചമുളകും മുരിങ്ങയൊക്കെ എടുത്ത് വെച്ചിരുന്നല്ലോ, അത് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളയ്ക്കുന്ന നേരത്തിന് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 4-5 എണ്ണം ഉലുവയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2-3 അല്ലി കരിയാപ്പില. ഇനി ഇത് നല്ലോണം ഒന്ന് മഷി പോലെ അരച്ചെടുക്കാം. നമ്മുടെ തക്കാളിയും പുളിവെള്ളമൊക്കെ ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ നേരത്തിന് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങൾ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് മീൻ പൊടിയാതെ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചിട്ടാണ് കേട്ടോ മൂടി വെക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ചേർത്തേക്കുന്നത്. ഇനി ഇത് നമ്മുടെ ഗ്രേവിയുടെ അളവിന് വറ്റിച്ചെടുക്കാം. നമ്മുടെ മീൻ നല്ലോണം തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കപ്പം മീൻ വറ്റി കിട്ടിയത് ഒരു 15-20 മിനിറ്റിനുള്ളിലായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് തീ കുറച്ച് വെച്ചാണ് ഇത് വറ്റിച്ചെടുത്തിരുന്നത്. അപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇതുവരെ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് 2 കരിയാപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ബൈ.